ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ് കൊണ്ട് 3 വെറൈറ്റി ഐറ്റംസ് ആണ് തയ്യാറാക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് വയ്ക്കുന്ന മട്ട റൈസോ അല്ലെങ്കിൽ സാധാ റൈസോ ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഈ 1 കപ്പ് ചോറ് ഇങ്ങനെ അളന്നെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ അളവിൽ തന്നെ 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എലൈറ്റിൻ്റെ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതൊരു മൈദയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് മൈദ കൂടി ഇതുപോലെ അളന്നിട്ട് കൊടുക്കാം. മൈദ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് എടുക്കരുത്. ചോറ് എത്രയാണോ എടുക്കുന്നത് അത്ര അളവിൽ തന്നെ മൈദയും എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മൈദ കൂട്ടിയെടുത്താൽ ചോറ് പിന്നെ കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ കൺസിസ്റ്റൻസി മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് മൈദയുടെ അതേ അളവിൽ ചോറും ചോറിൻ്റെ അതേ അളവിൽ മൈദ, ആ രീതിയിലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് കൈകൊണ്ട് എല്ലാം പാടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക്, ഒരു വലിയ മിക്സിയുടെ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടിച്ചെടുക്കാം. നിങ്ങൾ ചെറിയ മിക്സിയുടെ ജാറിലാണ് ഇടുന്നെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഇതപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് നല്ല മയത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബൺ പൊറാട്ടയാണ്. അപ്പോൾ നമ്മൾ പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവൊക്കെ കുഴച്ച് അയച്ച് കുറേ സമയം വെക്കണം. അതുപോലെ തന്നെ കുറേ ഓയിലൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചോറ് ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഞാനൊരു 4 ഉണ്ടയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമായിട്ടാണ് റെഡിയാക്കുന്നത്. നിങ്ങൾ കുറച്ച് ചെറുതാക്കിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 6 വരെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മൈദ ചേർത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. മൈദ ഒന്ന് വിതറി കൊടുത്തിട്ട് പതുക്കെ ഇതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് പരത്തിയെടുക്കുമ്പോൾ തന്നെ അറിയാം ഇത് നമുക്കിത് ഒട്ടിപ്പിടിക്കും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്കിത് ചോറ് ചേർത്തത് കൊണ്ട് ഒട്ടിപ്പിടിക്കുമെന്നൊന്നും കരുതണ്ട. അങ്ങനെയൊന്നും ഒട്ടിപ്പിടിക്കുമൊന്നുമില്ല. നല്ല സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുവരെ ഇത് ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കാൻ മറക്കരുത്. കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. കുറച്ച് പൊടിമാവും കൂടി മൈദ കൂടി ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പൊറോട്ടയുടെ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇനി ഇതുപോലെ ഇങ്ങനെ നമ്മളിതിങ്ങനെ രണ്ടറ്റവും വിട്ടുപോകാത്ത രീതിയിൽ വേണം വരഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 2 ഭാഗവും ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയതിന് ശേഷം ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരല്പം ഓയിലൊന്നാക്കി കൊടുക്കാം കേട്ടോ. കൂടുതലൊന്നും വേണ്ട, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 3 കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ 4 ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ആക്കണതുള്ളൂ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്കിത് വലുതായിട്ട് പൊറാട്ട പോലെ വലുതാക്കി പരത്തണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നിങ്ങൾക്ക് ചെറുതുപോലെ ബണ്ണ് പോലെ മതിയെങ്കിൽ ബൺ പൊറോട്ട പോലെ മതിയെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. അല്ലെങ്കിൽ വലുതാക്കി വലിയ പൊറോട്ട പോലെയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ 2 റെഡിയാക്കുന്നത്. വീണ്ടും അടുത്ത ബാച്ചായിട്ട് 2 കൂടി റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയാൽ മതി കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൊറോട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ചുരുളൊക്കെ അഴിഞ്ഞ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബൺ പൊറാട്ടയാണ് നമ്മൾ ചോറ് കൊണ്ട് ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ള 2 കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലെയർ പോലെ നല്ല അടുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക. അപ്പോൾ ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ചോറിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ലെയറാണ്. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, മാഷാഅല്ലാ. ഇനി നമുക്കിനി അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. ഇത് എന്താ പറയുക, ബീഫ് കറിയോ മീൻ കറിയോ എന്തിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. പരിപ്പ് കറിയോ എന്തിൻ്റെ ഒപ്പം നമുക്കിത് കഴിക്കാൻ പറ്റൂ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നത്. ഇനി അടുത്ത റെസിപ്പി നമുക്ക് നോക്കാം. അടുത്ത റെസിപ്പി ഞാൻ നെയ്ച്ചോറ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നെയ്ച്ചോറൊക്കെ ബാക്കി വന്നാൽ അതിൽ കൂട്ടി കഴിക്കാൻ കറിയൊന്നും ഇല്ലാതായാൽ നമ്മൾ ആ ചോറ് എടുത്തു വെക്കുക, അല്ലെങ്കിൽ കോഴിക്ക് കൊടുക്കുകയോ കളയോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. അപ്പം അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതിലുള്ള ഗ്രാമ്പു ഏലക്കയും പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള പിന്നെ എന്താ പറയുക, നെയ്ച്ചോറാണെങ്കിൽ അത് ഇങ്ങനെ എടുക്കരുത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന നെയ്ച്ചോറാണ്. നമ്മൾ പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ തയ്യാറാക്കുന്ന നെയ്ച്ചോറൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ കൂടുതലൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ എടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് 1 കപ്പ് ഞാൻ നിറച്ച് അമർത്തി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇനി ഒരു പാത്രം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരുന്ന ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ പകരം നെയ്യ് ചേർത്താലും മതി കേട്ടോ. പശു നെയ്യോ RKG എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറൊക്കെ ബാക്കി വന്നാൽ ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 പിടി നെയ്ച്ചോറാണെങ്കിൽ ഒരു 3 പിടി നെയ്ച്ചോറാണ് ബാക്കി വന്നിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എത്രയാണോ ബാക്കി വന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചോറ് എടുക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവയും കൂട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കാരമൽ ആക്കി എടുക്കുക. ഒരുപാട് ഇങ്ങോട്ട് കറുത്ത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രത്യേക ചൊവ്വയും കാര്യങ്ങളും വരും കേട്ടോ, ഒരു കരിഞ്ഞ ചൊവ്വ വരും. ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലോണം പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം ചേർത്തത് കൊണ്ടാണ് ഒന്ന് കട്ടയായത്, കാരമലൊന്ന് കട്ടയായത്. അതിനുശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ അത് റെഡി ആയിക്കോളും. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലൊരു ഗ്രാമ്പ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ, കണ്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കുക. എനിക്കൊരു 20 മിനിറ്റാണ് ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കാണാനും നല്ല അടിപൊളി കളറും എല്ലാം ആയി വന്നിട്ടുണ്ട്. നല്ല കാരമലായി വന്നിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു പിങ്ക് പായസത്തിൻ്റെയൊക്കെ പാലടയൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതിൻ്റെ അതേപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും ഒരു 5-6 കാഷ്നട്ട് ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നെയ്യിലൊന്ന് വഴറ്റിയിടുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഇത്രയും മതി. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടോ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കുമോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇനി ഈ നെയ്ച്ചോറില്ല, ഇനി സാധാ ചോറ് വെച്ചിട്ടാണ് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം, ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഇതാ ഇത്രയും മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ചെറിയ ചൂടുണ്ട്, നല്ലോണം ചൂട് ആറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നല്ല കുറുകി പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 20 മിനിറ്റാണ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇത് പായസം റെഡിയായി വരാനായിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സമയത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പായസം നമ്മളിവിടെ നെയ്ച്ചോറ് കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 250 ml കപ്പിൽ സാധാരണ മട്ട റൈസ് എടുത്തിട്ടുണ്ട്. മട്ട അരിയുടെ ചോറ് എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു കയ്യിൽ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇത് മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഇത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ചോറ് അങ്ങനെ കിടക്കാൻ പാടില്ല. അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ സ്നാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ചോറായിട്ട് കിടക്കുന്ന ചോറ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നത്. നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ചാൽ നമ്മൾ മാവ് പോലെ ആയിപ്പോകും. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ഇതുപോലെ ഒരു കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ല വെന്ത ചോറൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞെവിടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക മതിയാകും. അത്രയും ഉടച്ചെടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 വെളുത്തുള്ളി ചതക്കി എടുത്തതാണ്. അതുപോലെ ചെറിയ ഒരു ഇഞ്ചി കഷ്ണവും കട്ടാക്കിയിട്ടുണ്ട്. ഒരു പച്ചമുളകും കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടി വരുന്ന മല്ലിയില കൂടെ ചേർത്തിട്ട് ഈ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തതിന് മാത്രമുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചൂട് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് സ്നാക്ക് ഉണ്ടാക്കാൻ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ചോറുണ്ടെങ്കിൽ മതി, നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് 10 മണിക്ക് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തു വിടാം. അതുപോലെ തന്നെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ചായയുടെ ഒപ്പവും കഴിക്കാൻ പറ്റും. വീട്ടിലിരിക്കുന്നവർക്കും ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഇത് കുറച്ച് എരിവ് കമ്മിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചമുളകിന് ചെറിയൊരു എരിവുണ്ട്, വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. ഈ കാശ്മീരി മുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കടലമാവ് ചേർക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് കടലമാവ് ചേർക്കാം. കടലമാവ് ചേർക്കുമ്പോൾ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കൊണ്ടു. എന്നാൽ കുറച്ച് ക്രിസ്പി ആയിട്ട് വന്നോളൂ. എൻ്റെ അടുത്ത് കടലമാവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മൈദ ചേർത്തത് കേട്ടോ. ഇനി ഇതെല്ലാം പാടെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ആ ചോറിൻ്റെ നനവിൽ തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി കൈകൊണ്ട് നന്നായിട്ട് ഞെരടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ മാവും ഉള്ളിയും ചോറും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതെ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു റൈസ് പക്കോടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചൂട് ചായക്കൊപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ 3 റെസിപ്പിയിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയാലോ. അതുകൊണ്ടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ പറയുന്നത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഒരു ലൈക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേറെ എങ്ങോട്ടും പോകരുതെന്നുള്ളൂ. ഇതിട്ടിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. ഇതൊന്നും പേടിക്കണ്ട. ഇത് നമുക്കിത് ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. എന്താ പറയുക, എണ്ണ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് ഇതുപോലെ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുക. നുള്ളിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ 3 റെസിപ്പിയാണ് കാണിച്ചത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ബാച്ച് ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതിവിടെ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, പുറം കുറച്ച് ക്രിസ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.